ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോസഫ് ആന്റണി കൂടി ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ ജോസഫ് ആന്റണി, 14ാം ദിവസമാണ് യുദ്ധം. ഈ യുദ്ധം അവസാനിക്കാറായി എന്ന് ട്രംപ് പറയുന്നു. എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണ് എന്ന് ഇറാൻ പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ മുജ്തബ ഖമനേയി പരിക്കേറ്റ് ചികിത്സയിലാണ്. അദ്ദേഹത്തിനൊരു കാൽ നഷ്ടമായിട്ടുണ്ട്, അദ്ദേഹം കോമ സ്റ്റേജിലാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്നലെ മുതൽ തന്നെ അത് വളരെ സജീവമായി തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി എത്ര നാൾ ഈ യുദ്ധം എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ 14ാം നാൾ ഈ യുദ്ധം എത്തി നിൽക്കുമ്പോൾ ആർക്കാണ് മേൽക്കൈ? ഇത് ഇനിയും തുടർന്നു പോകാനുള്ള സാഹചര്യവും സാധ്യതയുമാണോ ഉള്ളത്? ഈ രണ്ടാഴ്ച യുദ്ധം പിന്നിടുമ്പോൾ ആർക്കാണ് നേട്ടം എന്നുള്ളതിനേക്കാൾ ആർക്കാണ് നഷ്ടം എന്ന് പറയുന്നതായിരിക്കും പ്രഭു. ലോക ജനതയ്ക്കാണ് നഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അമേരിക്കൻ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയിൽ അമേരിക്കയിലെ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നത്. അതുകൊണ്ടാണ് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം, ഈ അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങണം എന്ന ആശയം അവിടെ വന്നപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ അതിശക്തമായി അനുകൂലിക്കുന്ന ലിൻസെ ഗ്രഹാം എന്ന നേതാവിനെ കുറിച്ച് അമേരിക്കയിലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരാൾ പറഞ്ഞത്, കരയുദ്ധം തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന ആളിനെ ഇറാനിലേക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ്. എന്ന് പറയുന്നത് അതിശക്തമായി ഈ യുദ്ധം ലോക ജനതയ്ക്ക്, അമേരിക്കൻ ജനതയ്ക്കുൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം അതിശക്തമായ എതിർപ്പ് ഈ യുദ്ധത്തിനെതിരായി ലോകത്തുണ്ടാകുന്നുണ്ട്. കാരണം അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധമാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും തുടങ്ങി വെച്ച യുദ്ധമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തിനാണ് യുദ്ധം തുടങ്ങിയതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയ്ക്ക് പലപ്പോഴും യുദ്ധത്തിൽ പ്രവേശിക്കാനേ അറിയാവൂ, യുദ്ധത്തിൽ എങ്ങനെ പിന്മാറണമെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ലോകത്ത് തന്നെ ഇറാഖിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നത് ഇവരെ ഈ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനോ ഭരണകൂടത്തെ മാറ്റാനോ വേണ്ടിയെന്ന പേരിൽ അവിടെ ആക്രമണം തുടങ്ങുന്നു, ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു, നേതാക്കന്മാരെ കൊല്ലുന്നു, ഭരണാധികാരികളെ കൊല്ലുന്നു. അതിനുശേഷം എന്താ നടക്കുന്നത്? അതിനുശേഷം നടക്കുന്നതെല്ലാം ലോകത്ത് അസമാധാനവും സംഘർഷങ്ങളും അരാജകത്വവും സൃഷ്ടിക്കുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടാഴ്ച പിന്നിടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അതിന്റെ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേലും ചേർന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയാൽ സൈനികമായി ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ രാഷ്ട്രീയമായി ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ? രാഷ്ട്രീയമായി ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇവര് ഭരണകൂട മാറ്റം എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ വാസ്തവത്തിൽ ഈ ആക്രമണം തുടങ്ങിയത്. എന്നാൽ നാം കാണേണ്ട ഒരു കാര്യം, ഈ ഭരണകൂട മാറ്റം നടത്തണമെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തെ ജനത ഈ ഭരണകൂട മാറ്റത്തിന് ശ്രമിക്കുന്ന പുറത്തുനിന്നുള്ള രാജ്യങ്ങളോടൊപ്പം നിൽക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഭരണകൂട മാറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആക്രമണമാണ് നടത്തുമെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. എങ്ങനെ ഒരു ആക്രമണം നടത്തരുത് എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ. രാജ്യത്ത് ഭരണകൂട മാറ്റം നടത്തണം. അവരെങ്ങനെ ആക്രമണം തുടങ്ങിയത്? അവർ ആദ്യം 49ഓളം, ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആളിനെ ഉൾപ്പെടെ 49ഓളം ആളുകളെ കൊന്നു തള്ളുകയാണ്. അപ്പൊ ഒരു വിദേശ രാജ്യം ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ കൊന്നു തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ ഈ പുറത്തുനിന്ന് വരുന്ന അക്രമി സംഘത്തോടൊപ്പം നിൽക്കുമോ, ആ രാജ്യത്തെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമോ? രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു സ്കൂളിൽ ആക്രമണം നടത്തുകയാണ്, മിസൈൽ ആക്രമണം നടത്തിയിട്ട് 160ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുകയാണ്. അങ്ങനെ കൊന്നാൽ ഒരു രാജ്യം, പുറത്തുനിന്നുള്ള രാജ്യം ആ രാജ്യത്തിലെ 160, 180ഓളം കുഞ്ഞുങ്ങളെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയാൽ ആ രാജ്യം പുറത്തുനിന്ന് വരുന്ന ഈ അക്രമികളായിട്ടുള്ള ആളുകളോട് ഒപ്പം നിൽക്കുന്നു. അത് അതാണ് ഈ അമേരിക്കയ്ക്ക് ഈ ബ്രൂട്ട് ഇന്റർനാഷണൽ ഒരു ഗ്യാങ്സ്റ്ററാ, ഈ കയ്യൂക്കിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ഗുണ്ടെ പോലുള്ള ഒരാളിന്റെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. ആ ബുദ്ധി പ്രവർത്തിക്കാത്തതാണ് നമ്മൾ കാണുന്നത്. ഈ നമ്മൾ പണ്ട് നമ്മുടെ ആദരണീയനായ സുകുമാർ അഴീക്കോട് ഇന്ത്യയിലെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഒരു മനുഷ്യന് 100 ഗുണങ്ങൾ വേണം, അതിൽ 98 ഗുണങ്ങളും ഈ പറഞ്ഞ ആളിനുണ്ട്, എന്നാൽ 2 ഗുണങ്ങളില്ല എന്ന് പറയും. ഇല്ലാത്ത 2 ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, 1, ഈ പറഞ്ഞ നേതാവിന് വിവരമില്ല, 2, വിവരമുള്ളവർ പറഞ്ഞ കേൾക്കില്ല.
എന്നതുപോലെയാണ്. ഇത് ഈ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും രാഷ്ട്രീയ പിന്തുണയും സമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് 2 ഗുണങ്ങളെ ഇല്ലാതുള്ളൂ. ഒന്ന്, വിവരമില്ല. 2, വിവരമുള്ളവരില്ല. അദ്ദേഹത്തെ ഗുണദോഷിക്കാൻ, അദ്ദേഹത്തിന് ഉപദേശം നൽകാനായിട്ട് വിവരമുള്ള ആളുകൾ ഭരണകൂടത്തിലില്ല. ജോസഫ് ആന്റണി നോക്കൂ, ഇപ്പോ നേരത്തെ ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ട്രംപ് പഠിച്ച പണി 18 ശ്രമിച്ചത് റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തി പരാജയപ്പെട്ട് പിൻവാങ്ങിയ ആളാണ് ട്രംപ്. റഷ്യയെ വരുതിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്ന് ആ ഉപരോധത്തിൽ അയവ് വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ എതിരാളിയെ കിട്ടിയപ്പോൾ പഴയ എതിരാളിയെ ട്രംപ് മറന്നതാണോ, അതോ ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുകയാണോ അത്? അല്ല, അതാണ് ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ നോക്കൂ, അദ്ദേഹം ഈ ലോകത്തെ എങ്ങനെ ഇല്ലാതാക്കുന്ന ഒരു എല്ലാ അധികാരങ്ങളുമുള്ള ഒരു ഭരണാധികാരി, ഇല്ല കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയാൽ എന്നതുപോലെ, അല്ലെങ്കിൽ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ ആഗോള രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ചവിട്ടി അരക്കുകയല്ലേ അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ആദ്യം അദ്ദേഹം 2025 അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തത്? ലോക സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം അട്ടിമറിച്ചു ഈ താരിഫിലൂടെ. ഈ പെൻഗ്വിൻ പക്ഷികൾ താമസിക്കുന്ന ദ്വീപിൽ പോലും അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തി. എന്ന് പറയാൻ എന്താ അർത്ഥം? ഒരു ഭരണാധികാരി കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ? വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ അപഗ്രഥിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരം ഒരു ആലോചന അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടേ ഇല്ല. കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ പേരിൽ, ഈ വ്യാപാരത്തിലെ ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തിയത്. എന്നാൽ സേവന മേഖലയിൽ എത്രമാത്രം അനുകൂലമാണ് അമേരിക്കയുടെ വ്യാപാരം നമ്മൾ ആലോചിക്കണം. അപ്പൊ അങ്ങനെ അത്തരം കാര്യം ആലോചിക്കാതെ ഈ ഉൽപ്പന്നങ്ങളുടെ മാത്രം പേരിലാണ് താരിഫ് ഏർപ്പെടുത്തിയത്. താരിഫ് ഏർപ്പെടുത്തി 2025 അദ്ദേഹം ലോക സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിച്ചു. 2025 2026 നമ്മൾ കാണുന്നതാണ്. 2026 ജനുവരി മാസം ജനങ്ങൾ പുതിയ വത്സരം ആഘോഷിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജനുവരി മാസം 3-ാം തീയതി വെനസ്വേല എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അനധികൃതമായി എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പട്ടാളം പോയി പിടിച്ചുകൊണ്ടു. ജനുവരി മാസം നടന്നു. ഫെബ്രുവരി മാസം എന്താ നടന്നത്? ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒമാന്റെ മുഖ്യ വിദേശകാര്യമന്ത്രി അമേരിക്കയും ഇറാനുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് ഏതാണ്ട് സമവായത്തിൽ എത്തിയെന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ ഇറാനിനെ ആക്രമണം നടത്തി. എന്ന് പറയാൻ എന്താ അർത്ഥം? അർത്ഥം ഒറ്റതേ ഉള്ളൂ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പശ്ചിമേഷ്യയിലെയും ലോകത്തിലെയും അതീശത്വം എന്ന് പറയുന്ന, മേൽക്കോയ്മ എന്ന് പറയുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിവെച്ച അപകടകരമായ യുദ്ധമാണ്. അതിന്റെ ദുരിതം ഇപ്പൊ മലയാളികൾ ഉൾപ്പെടെ, ഭാരതീയർ ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ, അമേരിക്കയിലെ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോസഫ് ആന്റണി, ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും. അപ്പോൾ ട്രംപും യുദ്ധക്കൊതിയോടെ ഇസ്രയേലും സംയുക്തമായി തുടങ്ങിയ ആക്രമണമാണ്. അത് ലോകത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. നിരപരാധികളായ മനുഷ്യർ പോലും ആ യുദ്ധത്തിന്റെ പേരിൽ വലയുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉടനീളം ഇന്നും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ ആശങ്കകൾ വിതച്ചിരിക്കുകയാണ്. എല്ലാവരും, ഈ ലോകമാകെ ഈ ഊർജ്ജ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.